ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീണ്ടും അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം ഞങ്ങൾ മലേഷ്യക്കാണ് പോയത് കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. അപ്പം ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് പോയത്. ബാംഗ്ലൂർക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മോളുടെ ഒരു ഗ്രാജുവേഷനൊക്കെ ആയിട്ട്. അത് കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഞങ്ങൾ ഇപ്പോൾ മലേഷ്യക്ക് പോയത്. അപ്പോൾ മലേഷ്യക്ക് പോയത് ഏത് സമയത്താണെന്ന് വിചാരിച്ചാൽ ഓഗസ്റ്റ് 20 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് 18 പോയി. ഒരു 3 നൈറ്റ് 4 ഡേയ്സ് ആയിരുന്നു ഞങ്ങളുടെ ട്രാവൽ പീരീഡ്. അപ്പോൾ ഞങ്ങൾ 18 പോയി, 19 മോർണിംഗ് അവിടെ എത്തി, 22 ഞങ്ങൾ ഈവനിങ് അവിടെ നിന്ന് പോന്നു. അങ്ങനെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലങ്കാവിയും കൂടിയും പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചെറിയൊരു പ്രശ്നം കാരണം ഞങ്ങൾ പിന്നെ മാറ്റി വെച്ചു. ഓൺലി മലേഷ്യ മാത്രം പോയി പോന്നു. പിന്നെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഡയറക്റ്റ് പുത്രജയയിലേക്കാണ് പോയത്. കാരണം ഞങ്ങൾ മോർണിംഗ് 6 o'clock അവിടെ എത്തിയപ്പോൾ നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ ടൈം വ്യത്യാസമുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യം തന്നെ അവിടെ അടുത്ത് എയർപോർട്ടിന് അടുത്തുള്ളതാണ് പുത്രജയ. അപ്പോൾ അത് പോയി കാണാമെന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് സിറ്റിയിലേക്ക് തന്നെ ആയിട്ട്. അപ്പോൾ പിന്നെ അവിടെ സിറ്റിയിൽ പോയിട്ട് തിരിച്ചങ്ങോട്ട് വരുന്നതിൽ നല്ലത് ഇതല്ലെങ്കിൽ വിചാരിച്ചിട്ട് ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ പുത്രജയയിലേക്ക് പോയത് ഡയറക്റ്റ്. വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ഹോട്ടലിൽ ചെക്ക് ഇൻ ടൈം ഉച്ച കഴിഞ്ഞിട്ടാണ് ഉള്ളത്. നമ്മളാണെന്ന് വെച്ചാൽ രാവിലെ 6 മണിയാകുമ്പോഴേക്കും എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇത് കഴിഞ്ഞ് പിന്നെ ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാണാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പുത്രജയയിലെത്തി. പുത്രജയ എന്ന് പറയുന്നത് ആ ഏരിയയിൽ എന്താ പറയുക, നമ്മുടെ ഇൻഫോ പാർക്ക് അങ്ങനെ പറയുന്ന പോലെ തന്നെ സൈബർ ജയ ഇതിനെ മറന്നു ഞാൻ. അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ പാർലമെൻറ്റ് മന്ദിരം ഇവിടെയാണുള്ളത്. ഇതാണെങ്കിൽ പുത്രജയ എന്ന് പറയുന്നത് ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരം തോന്നുന്നുണ്ട്. നമ്മളുടെ ഗൈഡ് പറഞ്ഞത് മന്ത്രിമാരെല്ലാവരും കൂടുന്ന സ്ഥലം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്നാണ് മനസ്സിലാക്കാം അത് പാർലമെൻറ്റ് മന്ദിരമായിരിക്കും എന്നുള്ളത്. അതായത് ശരിക്കും ഈ ഏരിയ നിറച്ച് കമ്പനികളാണ് തോന്നുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. ഈ സൈബർ ജയ എന്നൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ കമ്പനികളുടെ ഏരിയയാണ്. പിന്നെ ഗവൺമെൻറ് കമ്പനികളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പാർലമെൻറ്റ് മന്ദിരം, പുത്രജയ എന്ന് പറഞ്ഞ പാർലമെൻറ്റ് മന്ദിരമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ കാണാനുള്ളൂ. വളരെ കുറച്ചേ ഉള്ളൂ. നമുക്കൊരു മണിക്കൂർ 2 മണിക്കൂറുണ്ടെങ്കിൽ കണ്ട് പോരാവുന്ന സ്ഥലമാണ്. കാണുന്നതാണ് പുത്രജയ ബ്രിഡ്ജ് കേട്ടോ. ഭയങ്കര വലിയൊരു ബ്രിഡ്ജാണത്. ഇതൊരു വലിയൊരു സ്ക്വയറാണ് കേട്ടോ, പുത്രജയ സ്ക്വയർ. അത്
ഇത് ഇവിടെ മേക്കപ്പ് ഈ കാണുന്നതാണ് പുത്രജയ പാർലമെൻറ്റ് മന്ദിരം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തേക്ക് മാറിയൊരു മോസ്ക് ഉണ്ട്. ഇതൊരു മോസ്കാണ് കേട്ടോ. പുത്രജയ ബ്രിഡ്ജാണ് കാണുന്നത്, കണ്ടില്ലേ? അങ്ങനെ പുത്രജയെന്ന് ഞങ്ങൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേക്കാണ് പോയത്. ഹോട്ടലിൽ പോയി ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ അവിടുത്തെ ടൈം ഒത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ട വന്നു. അത് കഴിഞ്ഞ് ചെക്ക് ഇൻ ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പറ്റി. കാരണം ഞങ്ങൾക്ക് പാക്കേജ് തന്ന ഒരു ചെക്ക് ഇൻ ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ 11 മണിക്ക് എത്തി, പക്ഷേ ചെക്ക് ഇൻ ടൈം അവിടെ 3 മണിയായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരിക്കണം, ഇല്ലെങ്കിൽ പിന്നെ 50 റുപ്പീസ്, 50 മീൻസ് അവിടുത്തെ 50 റിഗിറ്റ്സ് കൊടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക, ആദ്യം വേണമെങ്കിൽ നമുക്ക് അവർ മുറി തരും, പക്ഷേ എക്സ്ട്രാ അത്രയും കൂടിയും കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ പുറത്തിരിക്കേണ്ട ബുദ്ധിമുട്ട് ആലോചിച്ച് ഞങ്ങൾ അത്രയും പൈസ കൊടുത്ത് റൂം എടുത്തു. റൂമിൽ കയറി അതിന് ശേഷം ഫ്രഷായി തിരിച്ച് ഞങ്ങൾ പിന്നെ ഷോപ്പിംഗ് ഏരിയയിലേക്ക്, അതായത് വീണ്ടും ടൗണിൽ ഷോപ്പിങ്ങിന് ഉള്ള ഒരു ഇതുണ്ടായിരുന്നു, അവിടേക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു വലിയൊരു മാളാണ്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഐറ്റംസും ഉണ്ട്, നമുക്ക് പർച്ചേസിങ്ങിനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ഇവിടെ എത്തി. ഇവിടെ കയറിയിട്ട് ഞങ്ങൾ ആദ്യം കയറിയൊരു സിം എടുക്കലാണ് കേട്ടോ. സിമ്മില്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കൊണ്ടുവരുന്ന ക്യാബ് വിളിക്കാനൊക്കെ നമുക്ക് ഡ്രൈവറെ വിളിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു സിം എടുത്തു, ഒരാഴ്ചത്തെ വാലിഡിറ്റി ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറേ നടന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി തെറ്റി. ഒരേ വഴി കൂടി തന്നെ പിന്നെയും ഞങ്ങൾ വന്നുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരറ്റത്തുനിന്ന് മറ്റേറ്റത്തേക്ക് എത്തിയില്ല കേട്ടോ. കുറച്ച് ഇത് മാത്രമേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും പിന്നെ അങ്ങേര് വണ്ടിക്കാരൻ വിളിക്കാൻ വന്നു. കാരണം അവർക്കൊരു ടൈമുണ്ട്. ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ വിളിക്കാൻ വരും, പെട്ടെന്ന് പോയിക്കൊള്ളണം എന്നാണ് അവരുടെ ടൈം കഴിഞ്ഞാൽ. പിന്നെ അല്ലെങ്കിൽ അവർ പോകും, നമ്മൾ തന്നെ വേറെ വണ്ടി വിളിച്ച് പോകേണ്ടി വരും. ഇത് നമ്മൾ പാക്കേജിലുള്ള ഡ്രൈവർ ആയതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ കുറച്ച് നേരം നിന്ന് കുറച്ച് കറങ്ങി ഷോപ്പിങ്ങൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു പോയി. അങ്ങനെ തിരിച്ച് ഞങ്ങൾ അവിടെ എത്തി. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു A2Bയുടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. A2B എന്ന് വെച്ചാൽ അറിയില്ലേ, അടയാർ ആനന്ദഭവൻ. അപ്പോൾ അവിടെ കയറി ഓരോ ദോശയൊക്കെ കഴിച്ചു ഞങ്ങൾ. മലയാളികൾ എവിടെ പോയാലും മലയാളികളുടെ കടയുണ്ടോയെന്നല്ല ആദ്യം നോക്കുക, അതുണ്ടെങ്കിൽ പിന്നെ അവിടെ കയറുള്ളൂ. അപ്പോൾ അവിടെ കയറി അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങളൊന്ന് കറങ്ങി അവിടെ. ഞങ്ങൾ ഹോട്ടലിൻ്റെ അവിടെ വന്ന് കുറച്ച് നേരം അവിടെ ഒന്ന് നടക്കാനൊക്കെ ആയിട്ട് പോയിട്ട്, ആ ഏരിയയാണ് ഇത്, നമ്മളുടെ ഹോട്ടലിൻ്റെ ഏരിയയാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെന്ന പോലെ തോന്നി. കാരണം അപ്പുറത്ത് ജോയ ലുക്കാസ്, ഇപ്പുറത്ത് മലബാർ ഗോൾഡ്, അങ്ങനെ ജ്വല്ലറികൾ നിറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, നിഫ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. എവിടെ നോക്കിയാലും മലയാളികളുടെ കടകളും മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മൾ പോയത് മലേഷ്യക്കാണെങ്കിലും കേരളത്തിൽ എന്നൊരു പ്രതീതിയായിരുന്നു.